പ്രപഞ്ചനാഥന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്നാദ്യമായി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ മാർക്സിസം, ഫാഷിസം, ഇസ്ലാമോഫോബിയ ഈ മൂന്ന് തലക്കെട്ടിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് പറയുക എന്നതാണ് ഇങ്ങനെ ഒരു സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മാർക്സിസം, ഫാഷിസം അല്ലെങ്കിൽ മാർക്സിസം, ഹിന്ദുത്വം എന്ന് പറയുന്ന രണ്ട് പ്രയോഗങ്ങൾ മൂരും മുതിരയും പോലെ ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത രണ്ട് പ്രയോഗങ്ങളായിരുന്നു എന്നാണ് അടുത്ത കാലം വരെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് പൊറോട്ടയും ബീഫും പോലെ ഒന്നിച്ചടിക്കാൻ പറ്റുന്ന, ഒന്നിച്ച് കുഴച്ചു വെച്ചു കഴിഞ്ഞാൽ പൊറോട്ട ഏതാണ് ബീഫ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം രണ്ടും ഒന്നായി കഴിഞ്ഞിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടുന്ന വിധം അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇത്തരം ഒരു തലക്കെട്ട് നൽകേണ്ടി വരുന്നത് എന്നാണ് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് പാലക്കാടും ചേലക്കരയും വയനാടും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇത്രമാത്രം ശ്രദ്ധേയമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ മത്സരം യഥാർത്ഥത്തിൽ സംഘപരിവാറും UDF-ഉം തമ്മിലോ അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിലോ എന്ന് പറയാൻ പറ്റാത്ത വിധം ഒരു പക്ഷത്ത് സംഘപരിവാറും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിന്നുകൊണ്ട് മറുവശത്ത് UDF-ഉം നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അവിടെ നടന്നത് എന്നത് രാഷ്ട്രീയ കേരളം യാതൊരു അവ്യക്തതയുമില്ലാതെ മനസ്സിലാക്കിയ ഒരു പരമാർത്ഥമാണ്. ആ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ടെർമിനോളജി തന്നെ രൂപപ്പെട്ടു വന്നത്. അത് CJP എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ലെ C ആണ്, BJP-യിലെ B ഒഴിവാക്കിയുള്ള JP ആണ് അതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്കുകൾ. അങ്ങനെ CJP എന്ന് പറയുന്ന ഒരു പുതിയ പ്രയോഗം തന്നെ കേരള രാഷ്ട്രീയത്തിന് സംഭാവന നൽകും വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത് എന്നതുകൊണ്ടാണ് മറ്റു രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളേക്കാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകാൻ കാരണം എന്നത് വളരെ കൃത്യമായി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പരിപാടിയിൽ മാർക്സിസത്തെയും ഫാഷിസത്തെയും ചേർത്തു വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ സാഹചര്യം നമുക്ക് വിശദീകരിക്കേണ്ടി വരുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം
നെയ്യാറ്റിൻകരയിലെ ഗോപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. അത് മുസ്ലിം സമുദായവുമായി ഒട്ടുമേ ബന്ധമില്ലാത്ത മറ്റൊരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ഗോപൻ സമാധിയായോ അല്ലെങ്കിൽ അയാൾ സ്വയം മരണപ്പെട്ടതാണോ പിന്നീട് ശവമടക്കിയതാണോ എന്നതൊന്നുമല്ല നമ്മുടെ ചർച്ച. ആ ഒരു വിഷയം വിവാദമായപ്പോ ആ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന്റെ കുടുംബം ഉപയോഗിച്ച പ്രയോഗം ഇതിന്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും എവിടെയും വെച്ച് കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയാണ് മുസ്ലിം സമുദായം എന്ന് ഏതൊരാളും മനസ്സിലാക്കുമാറ് കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമോഫോബിയ ഇത്രമാത്രം വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാറിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നൽകേണ്ടി വരുന്നു എന്നതാണ് കേരള രാഷ്ട്രീയം നമ്മെ നിരന്തരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടുകൂടിയാണ് ഈ സമ്മേളനം പ്രസക്തമാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ അതുവഴി എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി ഫ്യൂച്ചർ മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടാണോ ഇടതുപക്ഷം സിപിഎം ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇന്ന് കമ്മ്യൂണിസം അതിന്റെ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അതിന് മൂപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ അതെന്താണാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാഷിസമാണ്, അത് ഹിന്ദുത്വമായിരിക്കുമെന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പച്ചയായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അഥവാ ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും ത്രിവർണ പതാകയായി മാറാൻ സാധിക്കുകയില്ല. ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും പച്ചക്കൊടിയായി മാറാനും സാധിക്കുകയില്ല. ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും കാവി നിറമായി മാറുകയാണ് ചെയ്യുക എന്ന പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് സിപിഎമ്മും ഇടതുപക്ഷവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സ്ഥലമല്ല, ന്യായമായും ഉറപ്പിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരിക. പശ്ചിമ ബംഗാളിൽ നിന്ന് സിപിഎം എന്ന പാർട്ടിയെ നിങ്ങൾക്ക് തിരിയിട്ട് തിരഞ്ഞാൽ കാണാൻ സാധിക്കുകയില്ല. 30 വർഷത്തിലധികം ആ സംസ്ഥാനം മറുചോദ്യമില്ലാതെ അടക്കി ഭരിച്ച ഒരു പാർട്ടിയുടെ പേരാണ് സിപിഎം എങ്കിൽ ഇന്ന് അവിടെ അവർക്ക് അവരുടെ ചെങ്കൊടി പാറിക്കാൻ ഒരു പാർട്ടി ഓഫീസ് പോലും തെരഞ്ഞു നടന്നാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമായി അത് മാറിക്കഴിഞ്ഞു. ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടി ഓഫീസുകളുടെ മുമ്പിൽ ചെങ്കൊടിക്ക് പകരം ഇന്ന് പാറിക്കൊണ്ടിരിക്കുന്നത് കാവിക്കൊടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പാർട്ടി ഓഫീസിനകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാൾമാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും ഇഎംഎസിന്റെയും എകെജിയുടെയും ഒക്കെ പടങ്ങൾക്ക് പകരം അവിടെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുക ഗോൾവാൾക്കറുടെയും ഹെഗ്ഡേവാറിന്റെയും മൂഞ്ചയുടെയും നരേന്ദ്രമോദിയുടെയും അമിത് ഷാവിന്റെയും ഒക്കെ പടങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് കേവലം ഒരു ആശ്ചര്യത്തിന് വേണ്ടി പറയുന്ന വർത്തമാനമല്ല, മറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉത്തരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് അതേ അവസ്ഥയിലേക്ക് കേരളവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്തെ എകെജി സെന്ററിൽ അഥവാ സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെങ്കൊടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പാർട്ടി ഓഫീസിനകത്ത്
രംഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിനിന്റെയും AKGയുടെയും EMSന്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനമായ നേതാക്കന്മാരുടെയും ഒക്കെ ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റാത്ത വിധം അവിടെ ചെങ്കൊടി പാടുന്ന, അവിടെ അതിനകത്തുള്ള ഫോട്ടോകൾക്ക് പകരം മറ്റു പല ഫോട്ടോകളും വരുന്ന കാലം അതിവിദൂരമല്ലെന്ന് സ്വന്തം പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രകടമായും നമുക്ക് കാണാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് വളരെ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇസ്ലാമോഫോബിയ ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്ന, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു ഉൽപ്പന്നമാണെങ്കിൽ 2014 ശേഷം ലോകരാജ്യങ്ങളിലേക്ക് ഇസ്ലാമോഫോബിയ എക്സ്പോർട്ട് ചെയ്യുന്ന, ഇസ്ലാമോഫോബിയയുടെ ഹബ്ബായി ഇന്ത്യ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇന്ത്യ ഭരിക്കുന്നത് സംഘപരിവാർ, RSSന്റെ രാഷ്ട്രീയ അജണ്ടകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം വർഷങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അഥവാ ഇവിടെയുള്ള സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം 160ഓളം വരുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിച്ചിരുന്നു. ആ പൊതുയോഗങ്ങൾ ഇന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ആ പ്രഭാഷണങ്ങളെല്ലാം നമ്മൾ അന്ന് കേട്ടവരുമാണ്. എന്തായിരുന്നു ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഥവാ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഒരു നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച സംസാരം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, ഈ രാജ്യത്ത് ഞങ്ങൾ വന്നതിന് ശേഷം ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിതി ഇത്രമാത്രം ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്, ഈ രാജ്യത്ത് ഞങ്ങൾ കൊണ്ടുവന്ന വ്യാവസായിക പുരോഗതികൾ ഇന്നതെല്ലാമാണ്, വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ നടപ്പിലാക്കിയ പുരോഗതി ഇതാണ്, ഈ രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് അക്കമിട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നത് കഴിഞ്ഞകാല നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ ഈ 160ഓളം വരുന്ന പൊതുപരിപാടികളിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നുമേ അല്ല. കാരണം അങ്ങനെ ഒന്നും അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം $87 തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 87 രൂപയിലേക്ക് തകർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അങ്ങേയറ്റം സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട പട്ടികയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 111ാമത്തെ സ്ഥാനമാണ്. നമ്മുടെ രാജ്യത്തിന്റെ മുകളിലാണ് ഒരുപക്ഷെ നമ്മൾ അങ്ങേയറ്റത്തെ ദാരിദ്ര്യ രാജ്യങ്ങൾ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ മുകളിലാണുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ വികസനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തോട് സംസാരിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ മാത്രമായിരുന്നു എന്നത് വളരെ ലളിതമായ ഉത്തരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിങ്ങളെങ്ങാനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ഹിന്ദു സ്ത്രീകളെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ കെട്ടുതാലി ഊരിക്കൊണ്ട് ഇവര് മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഒരു കൂട്ടരാണ്, അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പെറ്റുപെരുകി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്, അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതാണ്. അവര് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ് എന്ന് തുടങ്ങിയ നിരന്തരമായ
ഇസ്ലാമോഫോബിയ പരമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിച്ചത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രത്യേകതയല്ല, അതിന്റെ മുമ്പും ശേഷവും നടന്ന ഒരുപാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വേളകളിലും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവര് പ്രചരണായുധമാക്കിയത് ഇതുമാത്രമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ നഹാസ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പക്ഷെ നമുക്കതിൽ അത്ഭുതം തോന്നാറില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സംഘപരിവാർ, അതാണ് RSS. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടായ അന്നു മുതൽ ഇന്നേ വരെയും അവർ എന്താണ് പൊളിറ്റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇസ്ലാമിനോടുള്ള വെറുപ്പും മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷവും വംശീയമായ പ്രചരണങ്ങളും നിരന്തരമായി ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക എന്നതിൽ കവിഞ്ഞ് രാഷ്ട്രീയമായ മറ്റൊരു അജണ്ടയുമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ പേരാണ് സംഘപരിവാർ. ആ സംഘപരിവാർ ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുമെന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് സംഘപരിവാറല്ല. സംഘപരിവാറല്ല എന്ന് മാത്രമല്ല, സംഘപരിവാറിന് ഒരു MLA പോലും ഇല്ലാത്ത ഇന്ത്യ രാജ്യത്തിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുമ്പോൾ ഒരുപക്ഷെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും മനോഹരമായി നടപ്പിലാക്കുന്ന രാജ്യമായി നമ്മുടെ കേരളം എങ്ങനെയാണ് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന CPM ആണ് എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയേണ്ടി വരികയാണ്. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും രാഷ്ട്രീയ മൂലധനം എന്ന് പറയുന്നത് ഇതേ ഇസ്ലാമോഫോബിയ മാത്രമാണെന്ന് അവർ നിരന്തരമായി നമ്മുടെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടി വന്നുകൊണ്ട് പ്രസംഗിച്ചത്, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആരുടെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നത് എന്ന് വളരെ ലളിതമായ ബുദ്ധി കൊണ്ട് അരിയാഹാരം വിൽക്ക് കഴിക്കുന്ന ഈ കേരളത്തിലെ ഏതൊരാളും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പറയേണ്ടത് എന്താ? ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ ഇന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വികസന തുടർച്ച ഈ സംസ്ഥാനത്ത് ഇനിയും നിലനിൽക്കണമെങ്കിൽ പാലക്കാട് ഞങ്ങൾ വിജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയേണ്ട ഒരു മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ വന്നുകൊണ്ട് പറയുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. കേരളത്തിന്റെ പ്രത്യേകത ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ഒരൊറ്റ മാറ്റം മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അത് നേരത്തെ ഇവിടെ നഹാസ് സാഹിബ് സൂചിപ്പിച്ച വിഷയമാണ്. അഥവാ കേന്ദ്രതലത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഐക്കൺ മാത്രം ഉണ്ടായാൽ മതി. ഒരു താടി വെച്ച അല്ലെങ്കിൽ തൊപ്പി വെച്ച തലപ്പാവ് ധരിച്ച ഒരു മുസ്ലിമിന് മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്കാർഫ് ധരിച്ച ഒരു പെൺകുട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുവാൻ സംഘപരിവാറിന് എല്ലാ നിലക്കും കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ളതെങ്കിൽ കേരളത്തിൽ അത് അത്ര പെട്ടെന്ന് വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷമാണ് ഈ സ്വഭാവത്തിലുള്ള നിരന്തരമായ പ്രചരണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം ഒരുപാട് കാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കോഴിക്കോട് ആവിക്കൽത്തോട് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം മുതൽ ഇന്ന് ആലപ്പുഴയിലെ കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരത്തിന്റെ പിന്നിൽ വരെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അതുപോലെ തന്നെ കേരളയിൽ പദ്ധതിക്കെതിരെ ഈ നാട്ടിൽ വലിയ സമരം രൂപപ്പെട്ടപ്പോൾ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയ. അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം നടന്നപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയ. അങ്ങനെ കേരളത്തിൽ എവിടെയെല്ലാം ഭരണകൂടത്തിനെതിരെ സർക്കാരിനെതിരെ എന്തെല്ലാം സമരങ്ങൾ ഏതെല്ലാം സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിന്റെ പിന്നിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ട്രോൾ
എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തമാശ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന പ്രയോഗമാണ്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യാൻ പോലും ഇന്ന് നമുക്ക് സാധിക്കുകയില്ല. കാരണം വ്യായാമത്തിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. മെക്സവൻ എന്ന് പറയുന്ന ഈ നാട്ടിലുള്ള പാവപ്പെട്ട ഒരു ജനവിഭാഗം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അതിലുണ്ട്, എല്ലാ ജാതിക്കാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ളവരുമുണ്ട്, എല്ലാ മതസംഘടനകളിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ട്. എല്ലാവരും ചേർന്ന് രാവിലെ വ്യായാമ മുറ നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഒരു മുദബ്ബിറയാലമാണ് എന്ന് പറയാൻ പറ്റുമാറ് ഇവിടെ ചില ആളുകൾ ഒരു വലിയനെ കുറിച്ച് പറയാറുണ്ട്, ആ വലിയ മുദബ്ബിറയാലമാണ് എന്ന് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് എന്ന് വിചാരിക്കുമാറ് എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്ന ഒരു പ്രചരണം ഇന്ന് വളരെ വ്യാപകമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ പിന്നെ മോഹനൻ മാഷെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ മുറയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് രാഷ്ട്രീയമായി ആദ്യമായി കേരളത്തിന്റെ മുമ്പിൽ പറഞ്ഞത്. അതേ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പരാമർശം നടത്തുന്നത്. ആ പരാമർശം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ വത്സൻ തില്ലങ്കേരിയോ അല്ലെങ്കിൽ ശശികല ടീച്ചറെയോ അവര് പോലും പറയാൻ അറക്കുന്ന, അവര് പോലും അവരുടെ നാവിൽ നിന്ന് പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത സ്വഭാവത്തിൽ. എന്ന് മാത്രമല്ല, അത് പറയുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായ, എത്രമാത്രം വലിയ അസ്വസ്ഥതയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അത് കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ എന്താണ് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തോടും അതേപോലെ തന്നെ ഈ സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടുമൊക്കെ തോന്നുക എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന പരാമർശം. ഇങ്ങനെ നിരന്തരമായ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രം അത് എത്രത്തോളം ഇവിടെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ രൂപതയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. എങ്ങനെയാണ് കുർബാന നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കിടയിൽ തർക്കമുണ്ടായപ്പോ ആ തർക്കം തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് കാസ പറയുന്നിടത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് എത്തപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വഭാവത്തിൽ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഗതികളെയും മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു സംവിധാനത്തെ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന കൃത്യമായ ഒരു നരേഷനെ ഇവിടെ ഇടതുപക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണ്ഡൻ നായയുടെ ശൗര്യൻ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിന്റെയും പിന്നിൽ എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ തമാശയായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ ഈ സംഭവം പി വി അൻവർ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പരാമർശം, അദ്ദേഹത്തിന്റെ കുടത്തിൽ നിന്നൊരു ഭൂതത്തെ പുറത്തെടുത്ത ഒരു വലിയ വിവാദമുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പൊട്ടിത്തെറിയായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് ആദ്യമായി റിയാസ് എന്ന് പറയുന്ന CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയ, PV അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞപ്പോ അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറിയില്ല. സാധാരണഗതിയിൽ CPM അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ഇവിടെയുള്ള ചാനലുകളെല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് അന്തിച്ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയമായി ഏറ്റെടുക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പരാമർശം റിയാസ് നടത്തിയപ്പോ അതെവിടെയും ചർച്ചയായില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മന്ത്രി റിയാസ് പറയുന്നുണ്ട്, അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ഇത് ഏറ്റെടുക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നില്ല? ഏറ്റെടുക്കാത്തതിൽ അസ്വസ്ഥത അദ്ദേഹം പത്രക്കാർക്ക് നേരെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിട്ടും അത് പത്രക്കാരൊന്നും ഏറ്റെടുത്തില്ല. ചാനലുകൾ അത് ആ സ്വഭാവത്തിൽ വാർത്തയാക്കിയില്ല. കാരണം ഇത് ഒരു വലിയ രാഷ്ട്രീയ തമാശയായി കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് പോലുമില്ലാതെയാണ് CPM ഈ വിഷയവുമായി നിരന്തരം ഇവിടെ ഈ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അത് ശക്തമായി ഉന്നയിക്കപ്പെട്ട മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു.
വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. UDF പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. പിന്നെ കുറച്ചുകൂടി അത് ശക്തമായി വിജയരാഘവനെ കുറിച്ച് പറയേണ്ടതില്ല. വായ തുറന്നു കഴിഞ്ഞാൽ പത്രസമ്മേളനമാണെങ്കിലും അതേപോലെ തന്നെ പ്രഭാഷണ പരിപാടിയാണെങ്കിലും വിജയരാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ തലമുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും നിരന്തരമായി വായ തുറന്നു കഴിഞ്ഞാൽ, പേനയുന്തി കഴിഞ്ഞാൽ ഇസ്ലാമിന് നേരെയും മുസ്ലിം സമുദായത്തിന് നേരെയും 4 തെറി പറയാതെ ഒരക്ഷരം പറയാനോ എഴുതാനോ സാധിക്കാത്ത CPM-ലെ ഒന്നാമത്തെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് വിജയരാഘവൻ. അദ്ദേഹമാണ് വയനാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ഇവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ജയിച്ചുപോയത് മുസ്ലിം വർഗീയവാദികളുടെ അകമടിഞ്ഞ പിന്തുണയോടുകൂടിയാണ്. അവർ രണ്ടുപേരുടെയും മുമ്പിലും പിന്നിലും ഇവിടെ മുസ്ലിം വർഗീയവാദികളാണ് ഉണ്ടായിരുന്നത് എന്ന് പരസ്യമായി പറഞ്ഞപ്പോ ആ പരസ്യമായ ഈ രാജ്യത്ത് വലിയ അപകടമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ യഥാർത്ഥത്തിൽ തിരുത്തേണ്ട CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അതിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു തന്ത്രം മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഇവിടെ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? RSS-ന് മരുന്നിട്ട് കൊടുക്കരുത് എന്ന് ഒരു സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി. RSS-ന് നിങ്ങൾ മരുന്നിട്ട് കൊടുക്കരുത്, RSS-ന് മരുന്നിട്ട് കൊടുക്കരുത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സംഭവത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അഥവാ ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗം അവരൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പറവൂരിൽ അവർ സ്ക്വാഡ് നടത്തുമ്പോൾ ആ സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്ന മുജാഹിദ് പ്രവർത്തകരെ RSS-കാർ ആക്രമിച്ചുകൊണ്ട് അവരെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുകയുണ്ടായി. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ ആ സംഭവം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോ അതിന്റെ മറുപടിയായിക്കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം എന്ന് പറഞ്ഞത്, നിങ്ങൾ RSS-കാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. ആരാണ് യഥാർത്ഥത്തിൽ RSS-കാർക്ക് മരുന്നിട്ട് കൊടുക്കുന്നവർ? ജമാഅത്തെ ഇസ്ലാമിയാണോ? മുജാഹിദുകാരാണോ? സുന്നികളാണോ? ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിം സംഘടനകളാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മതസംഘടനകളാണോ? അല്ല. യഥാർത്ഥത്തിൽ RSS-ന് മരുന്നിട്ട് കൊടുക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം കേരളത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP-യുടെ മുഖ്യമന്ത്രി, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വർഗീയ വിദ്വേഷം നിരന്തരമായി ആളിക്കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് ഇന്ത്യ രാജ്യത്ത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു. ലവ് ജിഹാദ് ഉണ്ട് എന്ന് മാത്രമല്ല, ലവ് ജിഹാദ് ഉള്ളത് കൊണ്ട് തന്നെ UP-യിൽ ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാൻ പോവാൻ. അതിന്റെ കാരണം ലവ് ജിഹാദിലൂടെ ഇവിടെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് ഉണ്ട് എന്നും ലവ് ജിഹാദിലൂടെ മതം മാറ്റുന്നുണ്ട് എന്നും എന്നിട്ട് അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് ഭീകര പ്രവർത്തനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നതിന്റെ റഫറൻസ് എന്തായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവന മുന്നിൽ വെച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനമുണ്ട്, അഥവാ അതിന്റെ ഭാഗമായിട്ട് ഭീകര രാജ്യങ്ങളിലേക്ക് പലരെയും റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി, ഒരു സംവിധാനമായിട്ട് ഈ ലവ് ജിഹാദ് മാറിയിട്ടുണ്ട് എന്ന VS അച്യുതാനന്ദന്റെ പരാമർശത്തെ റഫർ ചെയ്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP-യുടെ മുഖ്യമന്ത്രി അവിടെ ലവ് ജിഹാദിന് നേരെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാൻ വേണ്ടി റഫർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആരാണ് RSS-ന് മരുന്നിട്ട് കൊടുക്കുന്നവർ? CAA NRC സമരം ഇന്ത്യ രാജ്യത്ത് കത്തിയാളി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമരമായി അത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, അതിനകത്ത് തീവ്രവാദികൾ
തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും നുഴഞ്ഞു കയറിക്കൊണ്ട് ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു റഫറൻസ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ കേരളത്തിൽ നടക്കുന്ന CAA-NRC സമരത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും നുഴഞ്ഞു കയറിക്കൊണ്ട് അതിനെ മറ്റൊരു സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തെ റഫർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി CAA-NRC സമരത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വിജയരാഘവന്റെ പ്രസ്താവന വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ ഈ പറയുന്ന വർഗീയവാദികളാണ്, ഭീകരവാദികളാണ് എന്ന ആ പരാമർശത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പറഞ്ഞത് കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ്. കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ് എന്ന് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പറയുന്നത് വിജയരാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ഈ പരാമർശത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, ആ പരാമർശത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പിണറായി വിജയൻ അതിനെതിരെ പ്രസ്താവന പറഞ്ഞു. യഥാർത്ഥത്തിൽ പിണറായി വിജയന് അങ്ങനെ ഒരു പ്രസ്താവന പറയാൻ എന്ത് ന്യായമാണ് യഥാർത്ഥത്തിലുള്ളത്? CPM-ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം താനൂരിൽ വെച്ചാണ് നടന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ സമ്മേളനത്തിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. ആ സമ്മേളനത്തിന്റെ സ്മരണിക കൂടിയായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട വന്യവയോധികനായ നേതാവ്, ആ നേതാവിന്റെ ഒരു ലേഖനം അതിനകത്തുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിച്ച് വീട്ടിൽ വിശ്രമത്തില്ല. പക്ഷെ ആ മനുഷ്യനെ വീട്ടിൽ വിശ്രമിക്കാൻ പോലും അനുവദിക്കാതെ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും സംസാരിക്കുവാൻ വേണ്ടി അയാളെ നിർബന്ധിക്കുന്നതിന്റെ ഭാഗമായി കൂടി അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിയ ഒരു ലേഖനം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ലേഖനത്തിൽ എന്താ പറയുന്നറിയോ? പാകിസ്ഥാന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാദിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. പാകിസ്ഥാന് വേണ്ടി ഏറ്റവും വലിയ വാദം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ സീതി സാഹിബ് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലാണ് മലപ്പുറത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന പാകിസ്ഥാന് വേണ്ടിയുള്ള ഏറ്റവും വലിയ വാദമുണ്ടായത് എന്ന് വളരെ കൃത്യമായ പരാമർശം ഇവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചുകൊണ്ട് ആ പുസ്തകം പ്രകാശനം ചെയ്ത സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മിനി പാകിസ്ഥാൻ വാദത്തിന് നേരെ എന്ത് ശബ്ദമുയർത്തുവാനാണ് ഇവർക്ക് അധികാരമുള്ളത്, അവകാശമുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുഴമറിഞ്ഞുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. നിരന്തരമായ ഇസ്ലാമോഫോബിയ പ്രചരണത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ജമാഅത്തെ ഇസ്ലാമി അല്ല എന്നത് വളരെ വ്യക്തമാണ്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായ ഒരു എക്സിസ്റ്റിന്റെ ഒരു അഭിമുഖം നിങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ടിട്ടുണ്ടായിരിക്കും. നേരത്തെ യുക്തിവാദിയായിരുന്ന അദ്ദേഹം ഇസ്ലാമിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു. ആ തിരിച്ചു വന്ന അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടിയല്ല, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ വ്യാപിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മുസ്ലിം സമുദായത്തെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പൊതുസമൂഹത്തിൽ നിരന്തരമായി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മരുന്നായി ഞങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. അത് അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ ഒരു അഭിപ്രായമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന സ്വഭാവത്തിൽ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിലൂടെ ഇവർ ലക്ഷ്യമാക്കുന്നത്? വരാനിരിക്കുന്ന 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിന്റെ തൊട്ടുമുമ്പ് നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിൽ കൂടി അധികാരത്തിൽ തങ്ങൾ വന്നിട്ടില്ല എങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി ചിതലരിക്കുന്ന പുസ്തകത്തിന്റെ താളുകളിൽ മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കടലാസ് പ്രത്യയശാസ്ത്രമായി എന്നോ ചുരുട്ടപ്പെട്ട ആ കൂട്ടര് അറബിക്കടലിന്റെ ആഴിയിലേക്ക് എന്നേക്കുമായി ആണിയടിച്ചുകൊണ്ട് ഒരിക്കലും ഉയർന്നു വരാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായി മാറുമെന്ന തിരിച്ചറിവിൽ നിന്ന് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗവുമില്ല എന്ന്
മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന നിരന്തരമായ പ്രചരണങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ അതുവഴി എന്താ ഇവിടെ സംഭവിക്കുന്നത്? സംഘപരിവാറിന് പണിയില്ലാതായി മാറുന്നു. സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമായി CPM-ലൂടെയും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയും നിരന്തരമായി ഇവിടെ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ പ്രതിഭ എന്ന് പറയുന്ന MLA-യുടെ മകൻ ഒരു മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു. നമുക്കൊക്കെ അറിയാവുന്ന കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ സംഭവമായിരുന്നു. ഇവിടെയുള്ള എല്ലാ മീഡിയകളും ആ വിഷയം ചർച്ച ചെയ്തു. എല്ലാ മാധ്യമങ്ങളും MLA-യുടെ മകൻ അതിൽ പ്രതിയായി പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പറഞ്ഞു. പക്ഷേ പ്രതിഭ പ്രത്യേകമായി അവരുടെ അഭിമുഖത്തിൽ പറഞ്ഞത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ, ആ ചാനൽ ഇത് ഒരു മതപരമായ അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോ പ്രതിഭ MLA-ക്ക് ഒന്നാമതായി പിന്തുണ കൊടുത്തുകൊണ്ട് ആരാണ് ആലപ്പുഴയിൽ ഓടിയെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം BJP-യുടെ സമുന്നതയായ നേതാവ് ശോഭാ സുരേന്ദ്രൻ കായം കൊടുത്തുവെന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? പ്രതിഭ BJP-യിലേക്ക് വരണം. പ്രതിഭയെ BJP-യിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ 250ഓളം വരുന്ന CPM-ന്റെ മെമ്പർമാര് ആലപ്പുഴയിൽ നിന്ന് പാർട്ടി മാറിക്കൊണ്ട് BJP-യിൽ ചേർന്നു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെയുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെ. അത് ആലപ്പുഴയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഇത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ CPM-ൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വാർത്തകൾ തടയിടുവാൻ ഈ 250ഓളം വരുന്ന ആലപ്പുഴയിലെ CPM പ്രവർത്തകർ BJP-യിലേക്ക് കൂറുമാറിപ്പോയപ്പോ അതൊരു വാർത്തയായി മാറാതിരിക്കാൻ പിന്നെയും ചർച്ച വന്നത് ജമാഅത്തെ ഇസ്ലാമിയ. ഇങ്ങനെ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയപരമായി എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് എന്ന് അവർ എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിലുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി കഴിഞ്ഞ 75 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ഓട് പൊളിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് മതിൽ ചാടി വന്ന് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമല്ല. മറിച്ച് വളരെ സുതാര്യമായ, നേരത്തെ നഹാസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിങ്ങൾക്ക് മാർക്കറ്റിൽ IPH-ന്റെ ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വില കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാം. ഇനി വില കൊടുത്തു വാങ്ങാൻ പൈസ ഇല്ല എങ്കിൽ അതിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് സൗജന്യമായി വായിക്കാൻ കഴിയും. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്ത് വളരെ സുതാര്യമായി ഒരു വിധത്തിലുള്ള സങ്കീർണതകളുമില്ലാത്ത വളരെ ലളിതവും സുതാര്യവും സർഗാത്മകവുമായ നിരന്തരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ കഴിഞ്ഞ 75 വർഷക്കാലത്തെ ട്രാക്ക് റെക്കോർഡ്സ് ഉള്ള ഇന്ത്യയിലെ പ്രസ്ഥാനത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി 51 വെട്ടുവെട്ടിയിട്ട് ആരെയും യമപുരിയിലേക്ക് അയച്ച ഒരു പാരമ്പര്യം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ പ്രതിയായി പിടിക്കപ്പെട്ട ഒരു ചരിത്രത്തിന്റെ ഒരു ചെറിയ അധ്യായം പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിനെതിരെ ഏതെങ്കിലും ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി പിടിക്കപ്പെട്ടതിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ഭീരുക്കളുടെ പ്രസ്ഥാനമായതുകൊണ്ടല്ല, മറിച്ച് വളരെ സുതാര്യമായ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ലക്ഷ്യത്തോടൊപ്പം മാർഗവും നന്നാവണമെന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നാവണം. CPM-ന് അങ്ങനെ ഒരു നയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നന്നായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലക്ഷ്യം കൃത്യമാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഏത് മാർഗവും സ്വീകരിക്കാം എന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ഈ ലോകത്ത് നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ലോകത്ത് നിന്ന് ഇല്ലാതായ ജനങ്ങളുടെ എണ്ണം എത്രയെന്ന് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളാകെ ഞെട്ടിപ്പോകും. ഏറ്റവും ചുരുങ്ങിയത് 9.5 കോടി ജനങ്ങളെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയ ആദർശത്തിന്റെ പേരാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആദർശം. എന്തുകൊണ്ടാ? ലക്ഷ്യം മാത്രമല്ല, ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും ഒരേപോലെയാണ്. ലക്ഷ്യം നന്നായി കഴിഞ്ഞാൽ, ലക്ഷ്യം കൃത്യമായി കഴിഞ്ഞാൽ അതിലേക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന റഷ്യയിലെ ഏക
ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റഷ്യയിൽ മാത്രം കൊന്നുതള്ളിയത് 4.5 കോടിയിലധികം വരുന്ന ജനങ്ങളെയാണ്. പോൾപോട്ട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്ത് കൊന്നത് ആ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 1/4 ഭാഗമായ 80 ലക്ഷം ജനങ്ങളെയാണ്. ആ 80 ലക്ഷം ജനങ്ങളിൽ നിരപരാധികളായ പിഞ്ചുകുഞ്ഞുങ്ങളുണ്ട്. ആ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നത് എങ്ങനെ നിങ്ങൾക്കറിയുമോ? ഇന്നും നിങ്ങൾ കംബോഡിയയിൽ പോയി കഴിഞ്ഞാൽ ആ കംബോഡിയയിൽ ഈ ജനസോയിഡ് നടപ്പിലാക്കിയ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒരു മരക്കുറ്റിയുണ്ട്. ആ മരക്കുറ്റിയിൽ എട്ടും പോട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളെ 2 കാലം പിടിച്ച് തലയടിച്ചു കൊന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ പോൾപോട്ട് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ചൈനയിൽ മാവോ സേതുങ് എന്ന് പറയുന്ന ഭരണാധികാരി ഈ ലോകത്ത് കൊന്നുതള്ളിയ ജനങ്ങളുടെ എണ്ണം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത്രമാത്രം മനുഷ്യരെ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ഈ ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി കൊന്നുതള്ളിയ ഒരു പ്രസ്ഥാനത്തിന്റെ ആധുനിക വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദികളും തീവ്രവാദികളും എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കുവാൻ പറ്റുന്ന ജനങ്ങളാണ് ഈ നാട്ടിലുള്ളതെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ ചരിത്രം, അതിന്റെ ട്രാക്ക് റെക്കോർഡ്സ്, അതിന്റെ നാൾവഴികൾ ഇവിടെ എഴുതപ്പെട്ട തുറന്ന പുസ്തകത്തിന്റെ പേരാണ്. നിങ്ങൾക്കാർക്കും വായിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തോടൊപ്പം നിരന്തരമായി സഞ്ചരിച്ച, ഈ രാജ്യം അനുഭവിച്ച സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവും സാംസ്കാരികപരവും മതപരവും അതേപോലെ തന്നെ നാഗരികവും വിദ്യാഭ്യാസപരവുമായ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ രാജ്യം അനുഭവിക്കുന്ന, രാജ്യനിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം, ഈ രാജ്യത്തുള്ള ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവരെ കരകയറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിരന്തരമായി നടത്തിക്കൊണ്ടുപോയ ഒരു പ്രസ്ഥാനം എന്നതിൽ കവിഞ്ഞ് എന്ത് എവിഡൻസിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ആരംഭിക്കുന്നത് എന്ന് തെളിവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനം 1947 ഏപ്രിൽ മാസത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ പാറ്റ്ന എന്ന് പറയുന്ന, ബീഹാറിലെ പാറ്റ്ന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പങ്കെടുത്തു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത്? നിങ്ങൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ മതസംഘടനയുടെ, മുസ്ലിം മതസംഘടനയുടെ സമ്മേളനത്തിൽ നിങ്ങൾ എന്തിനാണ് പങ്കെടുത്തത്? ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ കുറിച്ച് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചപ്പോ പിറ്റേ ദിവസം പത്രങ്ങളിൽ അദ്ദേഹം വലിയ ഒരു കുറിപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതൊരു പറ്റും സാധുക്കളുടെ സമ്മേളനമാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്ന സാധുക്കളല്ല, മറിച്ച് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് ഇനിയും അവർ എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ കാൽനടയായിട്ടാണ് ആ സമ്മേളനത്തിൽ പോകേണ്ടതെങ്കിൽ കാൽനടയായിട്ടെങ്കിലും ആ സമ്മേളനത്തിൽ ഇനിയും ഞാൻ പങ്കെടുക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിൽ നിന്ന് ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലല്ല ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുന്നത്. പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തിട്ടൂരത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഈ പ്രസ്ഥാനമെന്ന് അതിന്റെ പാരമ്പര്യവും അതിന്റെ വർത്തമാനവും നിരന്തരമായി അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലുമല്ല ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുന്നത്, മറിച്ച് ഈ രാജ്യത്ത് സുതാര്യമായ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യമാണ് അതിനുള്ളത്. കാരണം അതൊരു ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആദർശം. ആ ആദർശം പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ട ആദർശത്തിന്റെ പേരാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന വേദഗ്രന്ഥത്തിൽ
വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെ കുറിച്ച് പറയുന്നത് ദൈവം പടച്ചതമ്പുരാൻ മാത്രമാകുന്നു ഇലാഹ്. ആ ഇലാഹിന്റെ ദൈവീകതയെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യ സമൂഹം ഇവിടെ ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ആദർശത്തിന്റെ പേരല്ല. ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തെ സാമുദായികമായി ധ്രുവീകരിക്കുന്ന ഒരാദർശത്തിന്റെ പേരല്ല. ആ ആദർശം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കേണ്ട നീതിയെ ഇല്ലാതാക്കുന്ന ആദർശത്തിന്റെ പേരല്ല. മറിച്ച് നീതിയുടെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവിതം യഥാവിധി കെട്ടിപ്പടുത്തുകൊണ്ട് ഏത് കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാദർശത്തിന്റെ പേരാണ് ഇതെന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തെളിയിക്കപ്പെട്ട ഒന്നാണെങ്കിൽ ആ ആദർശത്തിന്റെ പിൻബലത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച പ്രവാചകന്മാരുടെ പാരമ്പര്യവും പ്രവാചകന്മാരുടെ മാതൃകയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങളുടെ നാൾവഴികളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിണറായി വിജയൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പിന്നെ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ്, നേരത്തെ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ജയരാജന്റെ പുസ്തകത്തെ കുറിച്ച്. ആ ജയരാജന്റെ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ പിണറായി വിജയൻ ആ പ്രകാശനം നടത്തിയ പ്രസംഗം നമുക്ക് കേൾക്കാൻ സാധിച്ചതാ. നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ. ആരാണ് ഈ ഖലീഫമാർ എന്ന് പറഞ്ഞാൽ? ഖലീഫമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സാധനമല്ലല്ലോ, മുസ്ലിം സമുദായത്തിന്റേത് പോലുമല്ല. മറിച്ച് ഈ ലോകത്ത് നന്മയും നീതിയും ധർമ്മവും ഒക്കെ ആഗ്രഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ പേരാണ് ഖലീഫമാർ. ആ ഖലീഫമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന 10 വർഷക്കാലം ഈ ലോകത്ത് നീതി എന്ന് പറയുന്ന 2 അക്ഷരത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ച ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ ഭരണത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞത്, രാമരാജ്യത്തിന് വേണ്ടി നിരന്തരമായി വാദിച്ച അദ്ദേഹം പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്, ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ് എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറയുമ്പോൾ ആ ഉമർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഖലീഫമാർ എന്ന് പറയുന്നതെങ്കിൽ ആ ഖലീഫമാരുടെ ഭരണം ഈ ലോകത്തിന് സമാധാനവും നീതിയും ധർമ്മവും മൂല്യവും സത്യവുമൊക്കെ നിരന്തരമായി നൽകിയ വ്യക്തിത്വങ്ങളായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ ആർക്കാണ് വിസ്മരിക്കാൻ സാധിക്കുക? ഈ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഖലീഫമാർ ഈ ലോകത്ത് മുന്നോട്ട് പോയത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആദർശത്തിന്റെ വെളിച്ചത്തിൽ മദീന കേന്ദ്രമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെ ആരാധനാ അനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന, പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചുകളിലും മാത്രം ചുരുങ്ങുന്ന ഒരു കേവലപരമായ മത ആശയത്തിന്റെ പേരല്ല. മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും, അത് രാഷ്ട്രീയമാവാം, അത് സാമൂഹ്യ പ്രവർത്തനങ്ങളാവാം, അത് സാമ്പത്തിക ഇടപാടുകളാവാം, അത് നാഗരിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാവാം, അത് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാവാം, അത് മനുഷ്യന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാവാം, ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാവാം. അങ്ങനെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണമായ ജീവിത പദ്ധതിയുടെ പേരാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിന് മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ഇസ്ലാമിക രാഷ്ട്രം നിങ്ങൾ പറയുന്ന മതരാഷ്ട്രവാദമല്ല. നിങ്ങൾ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന്റെ പിൻബലത്തിലുള്ള ഒന്നല്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന് നേരെയും ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയും നിങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്ന വിമർശനവും ആരോപണവുമാണ്. ആ ആരോപണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നിരന്തരമായി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് ഇസ്ലാമിനകത്തുള്ള പൊളിറ്റിക്സ് ആണ്. ആ ഇസ്ലാമിനകത്തുള്ള പൊളിറ്റിക്സ് ആർക്കാണ് മാറ്റിവെക്കാൻ സാധിക്കുക? മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏത് വിഭാഗത്തിലാണ് മാറ്റിവെക്കാൻ സാധിക്കുക?
ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ കേരളത്തിലെ പ്രബലമായ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ സംസ്ഥാന യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിൽ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഭീകരവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് രാജ്യദ്രോഹികളാണ്, മുജാഹിദ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവര് പുത്തൻ പ്രസ്ഥാനക്കാരാണ് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഈ 2025 എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം ജനസോയിഡിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സംഘപരിവാർ എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവനും വിഴുങ്ങി അപകടപ്പെടുത്തി ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുവാനുള്ള എല്ലാ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു സമ്മേളനം. ഇവിടെ വഖഫ് നമുക്കറിയാമല്ലോ, മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി തകർക്കുവാനുള്ള എല്ലാ അജണ്ടകളും സംഘപരിവാർ ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുപിയിലും ഹരിയാനയിലും ബീഹാറിലും അതേപോലെ തന്നെ മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വ്യാവസായിക സംരംഭങ്ങളും ബുൾഡോസർ വെച്ചുകൊണ്ടും നിരത്തി സാമ്പത്തികമായി ഒരു വിഭാഗത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് സംഘടിതമായ സാമ്പത്തിക സംവിധാനമായ വഖഫ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി വഖഫ് നിയമത്തിൽ അതിഭീകരമായ ഭേദഗതികൾ കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തികമായ മുന്നോട്ടുപോക്കിനെ എല്ലാ നിലക്കും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി 3 ദിവസം ചെലവഴിക്കാൻ 15 മാസക്കാലമായി ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമിയിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 45,000-ഓളം വരുന്ന പാവപ്പെട്ട മനുഷ്യര് ഷഹീദായി ഫലസ്തീനിന്റെ മോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോ, ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോ ആ ജനങ്ങൾക്ക് വേണ്ടി 2 കൈകൾ ആകാശത്ത് ഉയർത്തി ഒരു തുള്ളി കണ്ണുനീര് പോലും ഉയർത്തി ഒരു പ്രാർത്ഥന പോലും നടത്താത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു സമ്മേളനം. ഇന്ത്യ രാജ്യത്തെ മസ്ജിദുകള്, സമ്പൽ പള്ളി ഉൾപ്പെടെ, ഏറ്റവും ഒടുവിൽ അലിഗഡിലെ പള്ളി ഉൾപ്പെടെ അതിനകത്ത് ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞ് പള്ളികളുടെ അടിയാധാരം പൊളിച്ചുകൊണ്ട് ശിവലിംഗം സ്ഥാപിക്കുവാൻ വേണ്ടി സംഘപരിവാറും ഹിന്ദുത്വ ശക്തികളും നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് രാജ്യദ്രോഹികളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു സമ്മേളനം. ഇങ്ങനെ ഈ മുസ്ലിം സമുദായത്തിൽ ചില ആളുകളുണ്ട്. പക്ഷേ അവരെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട് എന്ന വസ്തുത കൂടി വളരെ സന്തോഷത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ, മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഇസ്ലാമിന് തന്നെ അന്യമായ പ്രയോഗമാണ്. എന്നാൽ ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നത്. ആ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. 15% മുസ്ലിങ്ങളുള്ള 85% മുസ്ലിങ്ങളല്ലാത്ത ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും മുശ്രിക്കുകളും മതമുള്ളവരും മതമില്ലാത്തവരും ഉൾപ്പെടെ ഒരു വലിയ ജനവിഭാഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ ആ രാഷ്ട്രത്തിന് 52 ഖണ്ഡികകളുള്ള ഒരു ഭരണഘടന, മദീന ചാർട്ടർ എന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ലോകത്തിലെ 1ാമത്തെ എഴുതപ്പെട്ട ഭരണഘടന ഈ ലോകത്തിന് സംഭാവന ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആ ഭരണഘടനയുടെ 1ാമത്തെ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭരണത്തിന് കീഴിലുള്ള ഈ രാഷ്ട്രത്തിന് കീഴിലുള്ള എല്ലാവരും ഉമ്മത്തുൻ വാഹിദ, ഒരൊറ്റ ജനതയാണ്. മുസ്ലിങ്ങളെന്നോ ജൂതന്മാരെന്നോ ക്രിസ്ത്യാനികളെന്നോ മജൂസികളെന്നോ മുശ്രിക്കുകളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരൊറ്റ ജനതയാണ് എന്ന 1ാമത്തെ പോയിന്റോടുകൂടി ഒരു ഭരണഘടന ഈ ലോകത്തിന് സംഭാവന ചെയ്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ആ പ്രവാചകന്റെ രാഷ്ട്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മാതൃകയുണ്ടല്ലോ, ആ മാതൃകയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനകത്തുള്ള രാഷ്ട്രീയത്തെ കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നത്. അത് ഖലീഫമാരുടെ രാഷ്ട്രീയമാണ്.
അത് ഈ ലോകത്ത് പ്രവാചകന്മാരിലൂടെ തിരികൊളുത്തി ഖലീഫമാരിലൂടെ ഈ ലോകത്ത് വളരെ മനോഹരമായി നടപ്പിലാക്കിയ, പിന്നീട് ചരിത്രത്തിൽ ചില സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ലോകത്തിന് മനോഹരമായി അനുഭവിക്കാൻ സാധിച്ച 13-14 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന ഒരു മനോഹരമായ രാഷ്ട്രീയത്തിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന മതരാഷ്ട്രവാദം എന്ന് പറയുന്ന, നിങ്ങൾ തിയോക്രസി എന്ന് പറയുന്ന അതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. തിയോക്രസിയുടെ ചരിത്രം ലോകത്തിലുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിനോ മുസ്ലിം ഭരണാധികാരികൾക്കോ അല്ലല്ലോ. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തിയോക്രസി എന്ന് പറയുന്ന, നിങ്ങൾ മതരാഷ്ട്രവാദം എന്ന് ആരോപിക്കുന്ന ആ ആരോപണം ഈ ലോകത്ത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയ കാലഘട്ടങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ അതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ചരിത്രമറിയുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം, അറിയുന്ന വസ്തുതയാണ്. പക്ഷെ എന്നിട്ടും ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് മതരാഷ്ട്രവാദമാണ് എന്ന് പറയുമ്പോൾ മതരാഷ്ട്രവാദമല്ല, മറിച്ച് ഇസ്ലാമിനകത്തുള്ള രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, നിങ്ങൾ മതേതരത്വത്തെ തള്ളിപ്പറഞ്ഞവരാണ്, നിങ്ങൾ ജനാധിപത്യത്തെ തള്ളിപ്പറഞ്ഞവരാണ്. സയ്യിദ് മൗദൂദി, നേരത്തെ ഇവിടെ മൗദൂദി സാഹിബിനെ കുറിച്ച് പറഞ്ഞു. സയ്യിദ് മൗദൂദി ജനാധിപത്യം എന്ന് പറയുന്ന, മതേതരത്വം എന്ന് പറയുന്ന ഈ രണ്ട് സംവിധാനത്തെ നിരൂപണം ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ആ നിരൂപണം വളരെ വസ്തുതാപരമാണ്. ആ നിരൂപണം ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗദൂദി സാഹിബ് മാത്രം നടത്തിയതാണോ? അല്ല. ചരിത്രമറിയുന്ന ഏതൊരാൾക്കും അത് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കുറിച്ച്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അതൊരു മച്ചിയാണ് എന്ന് പറഞ്ഞാൽ പുതുതായി ഒന്നും പ്രസവിക്കാൻ കഴിയാത്ത ഒരു മച്ചിയുടെ പേരാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് എന്ന് പറഞ്ഞത് മൗദൂദി സാഹിബല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജിയാണ്. അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത് വേശ്യയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ആരാണോ കയറിക്കിടക്കുന്നത്, ആ കയറിക്കിടക്കുന്നവന്റെ കുഞ്ഞിനെ മാത്രം പ്രസവിക്കാൻ കഴിയുന്ന ഒന്നിന്റെ പേരാണ് ജനാധിപത്യമെന്ന്, ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളുകൾ എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടാക്കുക എന്നതിനെ കൃത്യമായി നിരൂപണം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞ വർത്തമാനമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണല്ലോ. രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം എഴുതി അദ്ദേഹം ദേശീയതയെ കുറിച്ച്, നാഷണലിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. നാഷണലിസം ഈസ് ദ ഗ്രേറ്റ് മെനസ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. എന്ന് പറഞ്ഞാൽ നാഷണലിസം, ദേശീയത എന്ന് പറഞ്ഞാൽ ഏറ്റവും മ്ലേച്ഛമായ അശ്ലീലമായ പ്രയോഗമാണെന്ന് പറയുന്നത് മൗദൂദി സാഹിബല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ പലരും നിരൂപണം ചെയ്തിട്ടുണ്ട്. വിമർശനാത്മകമായി പലരും അതിനെ വിലയിരുത്തി. ആ കൂട്ടത്തിൽ മൗദൂദിയും അതിനെ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ജനാധിപത്യവും മതേതരത്വവും ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ വലിയ അപകടമാണ്. ആ അപകടത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ജനാധിപത്യം, മതേതരത്വം എന്ന് പറയുന്ന സംവിധാനത്തെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്തിയ ഒരു നേതാവിന്റെ പേര് കൂടിയാണ് സയ്യിദ് മൗദൂദി. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ പ്രായോഗിക ജീവിതം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നതിന് പകരം ഇവർ മതരാഷ്ട്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ് എന്ന് നിരന്തരമായി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത്, മതരാഷ്ട്രവാദം എന്ന ആരോപണം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടെ രൂപപ്പെട്ടത് എന്ന ചരിത്രം നമുക്കൊക്കെ അറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ പോകാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. അതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് യഥാർത്ഥത്തിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി ഇവിടെ നിലനിന്നിരുന്ന ക്രൈസ്തവ മതവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ഭരണത്തിന് കീഴിൽ ലോകത്ത് മനുഷ്യ സമൂഹം അനുഭവിച്ച അങ്ങേറ്റത്തെ ദുരന്തങ്ങളുടെ ആ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിന്റെ ബദലായിക്കൊണ്ട് തിയോക്രസിക്ക് പകരം ഡെമോക്രസിയും സെക്യുലറിസവും ഒക്കെ ഈ ലോകത്തുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ഇസ്ലാം ഒരിക്കലും പ്രതിയാകുന്നില്ല, അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രതിയാകുന്നില്ലല്ലോ. എന്നിട്ട് നിരന്തരമായി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഈ ആരോപണം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മുന്നിൽ വെച്ചുകൊണ്ട് ഉന്നയിക്കുന്ന ആരോപണമാണ്. ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള, സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു ഇസ്ലാം ലോകത്ത് ശക്തിപ്പെട്ടു വന്ന് മുന്നോട്ട് വന്നപ്പോൾ സാമ്രാജ്യത്വത്തിന് അത് ഭീഷണിയായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ സാമുവൽ പി ഹണ്ടിങ്ടനെ പോലെയുള്ള, ഫുക്കുയാമയെ പോലെയുള്ള ആ കാലഘട്ടത്തെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ സാമ്രാജ്യത്വത്തിന്റെ മറുവശത്ത് ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഇസ്ലാമിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി
ശക്തമായ ശ്രമത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ ശക്തമായി കൊണ്ട് മതരാഷ്ട്രവാദവും തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഇസ്ലാമിന്റെ മേൽ ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം കൂടി നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ നിരന്തരമായി വികൃതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ തന്നെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം നന്മയെയും ഇല്ലാതാക്കുന്ന, കേരളത്തിന്റെ എന്തെല്ലാം സാമൂഹിക സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങൾ മുഴുവനും അപകടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. നെയ്യാറ്റിൻകരയിലെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം തീവ്രവാദികളാണ് അതിന്റെ പിന്നിലെന്ന ആരോപണം ഒരു വസ്തുതയുമില്ലാതെ ഉന്നയിക്കുന്ന, അങ്ങനെ ഉന്നയിക്കാൻ പറ്റുമെന്ന് പറയുന്ന സാഹചര്യം ആരാണ് ഇവിടെ ഉണ്ടാക്കിയത്? ആരാ അതിന്റെ ഉത്തരവാദി? ഒരു സംശയം വേണ്ട, CPM ആണ്. ഒരു സംശയം വേണ്ട, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്ക് CPM-നോട് എന്തോ കലിപ്പുള്ളത് കൊണ്ട് പറയുന്ന വർത്തമാനങ്ങളല്ല ഇത്. അങ്ങനെ ഒരു കലിപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് CPM-നോടില്ല. മറിച്ച് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM-ന് 4 MP-മാരാ പാർലമെന്റിൽ വന്നത്. 4 ആളുകൾ. ആ 4 ആളുകളിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ്, 2 ആളുകൾ തമിഴ്നാട്ടിൽ നിന്നാണ്, ഒരാള് അങ്ങ് രാജസ്ഥാനിലെ സിക്കറിൽ നിന്നാണ്. രാജസ്ഥാനിലെ സിക്കറിൽ നിന്ന് MP ആയി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ, അതേപോലെ തന്നെ മധുര എന്ന് പറയുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് CPM-ന്റെ 2 നേതാക്കന്മാര് MP ആയി പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ പാർലമെന്റിലേക്ക് എത്തിയ ഈ 3 MP-മാർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ പിൻബലത്തിലാണ് അവര് ഈ പറയുന്ന MP-കളായി ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തില് ആലത്തൂരിൽ മാത്രമാണല്ലോ CPM-ന് ഒരാളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. സ്വാഭാവികമായും കേരളത്തില് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ കാരണങ്ങളാൽ UDF-ന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും സാമുദായിക താല്പര്യങ്ങളോ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ UDF-ന് വോട്ട് കൊടുക്കുക എന്നതാണ് ഏറ്റവും സുചിന്തിതമായ രാഷ്ട്രീയ നിലപാട് എന്ന കൃത്യമായ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ UDF-ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനം എന്താ? ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക എന്നത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങേറ്റത്തെ കടപ്പാടും മതിപ്പുള്ളത് കൊണ്ടൊന്നുമല്ല. കോൺഗ്രസിന്റെ ചരിത്രത്തിലും ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വൈകല്യങ്ങളെ തിരുത്തിക്കൊണ്ട് കോൺഗ്രസിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും അവർക്ക് നല്ലത് എന്ന് അവരെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കൂടിയ ജമാഅത്തെ ഇസ്ലാമി. അതല്ലാതെ അവരോടെന്തോ ഭയങ്കര മമതയും CPM-നോടെന്തോ കലിപ്പുമുള്ളത് കൊണ്ട് എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനമല്ല. മറിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് കേരളത്തിൽ UDF-ന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അതേ ജമാഅത്തെ ഇസ്ലാമിയാണ് രാജസ്ഥാനിൽ CPM-ന് വോട്ട് കൊടുത്തത്. അതേ ജമാഅത്തെ ഇസ്ലാമിയാണ് തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിലും മധുരയിലും ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തത്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായ ചരിത്രരേഖയായി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ആ ചരിത്രരേഖ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ, 10-25 വർഷങ്ങൾ ഒരുപക്ഷെ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ആർക്കാ വോട്ട് കൊടുത്തത്? CPM-നാണ്. ഒരു സംശയം വേണ്ട. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അത് വലിയ രാഷ്ട്രീയ കുതൂഹലം ഉണ്ടായപ്പോ ആ രാഷ്ട്രീയ കുതൂഹലത്തിന്റെ ഭാഗമായി നടന്ന 1ാമത്തെ ഉപതെരഞ്ഞെടുപ്പ് ഗുരുവായൂർ തെരഞ്ഞെടുപ്പായിരുന്നു. സമദാനിയും അതേപോലെ തന്നെ PT കുഞ്ഞുമുഹമ്മദും തമ്മിൽ മത്സരിച്ച ആ മത്സരത്തിൽ സമദാനി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനായ വ്യക്തിത്വത്തെ മാറ്റിവെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്തിനാണ് PT കുഞ്ഞുമുഹമ്മദിന് ആ സന്ദർഭത്തിൽ വോട്ട് കൊടുത്തത്? എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ താഴികക്കുടം തകരുന്നതിൽ അവർക്ക് കൂടി ഏതോ നിലക്ക് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതിൽ പങ്കുണ്ട് എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു സന്ദർഭത്തിൽ ആ രാഷ്ട്രീയ ബോധ്യത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണല്ലോ ജമാഅത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിച്ചത്. അവിടെ നിന്നിങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും CPM-ന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തിട്ടുണ്ട്. അതും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക അപകടങ്ങൾ നിറഞ്ഞ സാമ്പത്തിക
നിയമങ്ങൾക്കും നിന്നുകൊടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സാംസ്കാരിക സാമ്പത്തിക സംവിധാനത്തെ തകർക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയപ്പോ മൃദുഹിന്ദുത്വ സമീപനത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ CPM-നാണല്ലോ ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തത്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ സവിശേഷമായും അത് ദീർഘകാലം ആ സ്വഭാവത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത് രാഷ്ട്രീയ കേരളം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ പറയുന്ന വർത്തമാനമല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ വളരെ സുചിന്തിതമാണ്. വളരെ കൃത്യമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളുടെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഒരു സാഹചര്യത്തിൽ എടുക്കാൻ പറ്റുന്ന നിലപാട് എന്താണോ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോവുക. അതിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ പിന്തിരിപ്പിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന്റെ കൂടെ നിർത്താൻ ആര് വിചാരിച്ചു കഴിഞ്ഞാലും അതിന് നിന്നുകൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരുമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്കറിയാം, ഈ നാട്ടിലുള്ള ജനങ്ങൾക്കറിയാം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ തെറ്റിദ്ധാരണ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും പരിക്കുണ്ടാക്കാൻ സാധിക്കുമെന്നും അതിലൂടെ ഭീരുക്കളായി എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഏതോ മാളത്തിൽ അവർ ഒളിച്ചിരിക്കുമെന്നാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കരുതിയതെങ്കിൽ ഇത് ഭീരുക്കളുടെ പ്രസ്ഥാനമല്ല. ഈ സ്വാർത്ഥവാഹക സംഘം അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏത് രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇതിന്റെ ചുമതലകൾ നിർവഹിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ദൗത്യം എന്ന നിലക്ക് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം, അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ വർത്തമാനം. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ മനസ്സിലാക്കുക. എന്താണ് ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെന്ന് അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പ്രഭാഷണങ്ങളിലൂടെയും അതിന്റെ രചനകളിലൂടെയും നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ രംഗത്ത് വരിക. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ നിലപാടെന്ന് പറയുന്നത് നന്മയുടെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളുടെയും പക്ഷത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നാൽ തിന്മയുടെയും അധർമ്മത്തിന്റെയും തോന്നിവാസത്തിന്റെയും അനീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നവർ ആരാണോ അവരോട് ഒരു നിലക്കും നോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസും ഇല്ലാതെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ ആർജവമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിരലുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇതിന്റെ പ്രവർത്തനങ്ങൾ നന്മയുടെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളുടെയും പക്ഷത്തു നിന്ന് ഈ രാജ്യത്തിനും നാടിനും സമൂഹത്തിനുമൊക്കെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ആ ബോധ്യപ്പെടുന്ന അത്രയും നിങ്ങളുടെ സഹകരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാവുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച ഈ നാട്ടിലെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.